ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി തെറി വിളിക്കുക, ആ കുടുംബത്തിന് എത്ര സങ്കടം ഉണ്ടാവും. അയാളെ പരിഹസിച്ചുകൊണ്ട് പാട്ടുണ്ടാക്കി പാടുക. അവരുടെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? ഈ മക്കൾക്ക് ചിലപ്പോൾ ഇതേ രാഷ്ട്രീയം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ പിതാവിനെതിരെ തെറി വിളിക്കുന്നു, ഇവരുടെ ഭാര്യയ്ക്ക് കുടുംബത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതാകുന്നു. ഒരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതൊക്കെ അയാളുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ കേരളത്തിലെ ജനങ്ങളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ പ്രബുദ്ധ മലയാളികളാണല്ലോ, സാക്ഷരതയുള്ള മലയാളികളാണല്ലോ. അപ്പോൾ അയാളുടെ ഒരു ഇഷ്ടത്തിന് അദ്ദേഹം ഒരു പാർട്ടിയിൽ മത്സരിച്ചു. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ കാരണം കൊണ്ട് തെറി വിളിക്കുന്നു. ഈ വീട്ടിലെ ആളുകൾക്കൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എന്ത് സന്ദേശമാണ് ന്യൂജൻ പുതിയ സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത്? പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊന്ന് ചിന്തിക്കണം. ഇങ്ങനെ ഒരു ജനറേഷനെ വളർത്തിയെടുത്തത് കൊണ്ട് രാഷ്ട്രത്തിന് എന്ത് ഗുണം? നമ്മുടെ നാടിന് എന്ത് ഗുണം? ചെറിയ മക്കളെ കൊണ്ട് ഇങ്ങനെ വേണ്ടാവൃത്തികളൊക്കെ ചെയ്യിപ്പിക്കുന്നതിൽ എന്ത് ഗുണമാണ് കിട്ടാനിരിക്കുന്നത്? ഒരു ഗുണം കിട്ടാനില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ രീതിയൊക്കെ മാറണ്ടേ. ഞാനിപ്പോൾ അടുത്ത് ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു വീഡിയോ ഉണ്ട്. അതിലൊരു ചെറുപ്പക്കാരൻ 10-35-40 വയസ്സിലെ ഒരാൾ പറയുന്നുണ്ടല്ലോ. അയാൾ ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അയാൾ പറയുന്നത് എന്താ, ഞാൻ മുമ്പ് ഒരുപാട് ഇതുപോലെ രാഷ്ട്രീയത്തിന് വേണ്ടി ശബ്ദിച്ചവനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തവനാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ അതിലൊക്കെ ഖേദിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. ഞാൻ അവരോടൊക്കെ പൊരുത്തം ചോദിക്കുകയാണ്. അവരോടൊക്കെ അതിൽ തന്നെ 2 ആളുകൾ മരണപ്പെട്ടു പോയി. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ ഖബറിൻ്റെ അടുക്കൽ പോകും. എങ്ങനെ അവരെ കൊണ്ട് പൊരുത്തപ്പിടിപ്പിക്കാമെന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു മനസ്സിൽ ഉടക്കുന്നൊരു ചോദ്യമാണ് ആ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മറ്റൊരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി, ഒരു കറയുണ്ടാക്കി, നമ്മളുടെ പേര് കേൾക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു ദേഷ്യം ഉണ്ടാക്കുന്നെങ്കിൽ എന്തിനാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത്? ഇതുകൊണ്ട് എന്ത് ഗുണം? ദുനിയാവിന് എന്ത് ഗുണം? ആഖിറത്തിന് എന്ത് ഗുണം? ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള 4 ആളുകൾ ചിരിച്ചു തരും, സപ്പോർട്ട് ചെയ്തു തരും. ഓക്കെ, അതിൻ്റെ അപ്പുറത്ത് ബാക്കിയോ ആ ദിവസം കഴിഞ്ഞാൽ ഈ കുടുംബം നമുക്കെതിരെ ദുആ ചെയ്യൂലേ? നമ്മളെ കാണുമ്പോൾ അവർക്ക് എന്തായിരിക്കും അവരുടെ മനസ്സിലൊരു വികാരം, ഒരു വെറുപ്പ് തോന്നൂലേ? അങ്ങനെ എന്തിനാണ് നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ 5 വർഷത്തിന് കിട്ടുന്ന ഒരു അധികാരത്തിൻ്റെ പേരിൽ എന്തിനാണ് ഒരു കുടുംബത്തിൻ്റെ വെറുപ്പ് നമ്മൾ സമ്പാദിച്ചു നിൽക്കുന്നത്? നിങ്ങളുടെ പ്രായത്തിലുള്ള എത്രയോ ആളുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിലോട്ട് ദുആ ചെയ്യുന്നവരുണ്ട്. നിങ്ങളുടെ പ്രായത്തിലുള്ള എത്രയോ ആളുകൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ട്. ധാരാളം ഖുർആൻ ഓതുന്നവരുണ്ട്. ഫർള് നിസ്കാരങ്ങൾ ഒഴിവാക്കാത്തവരുണ്ട്. ഇങ്ങനെ ധാരാളം മക്കളുണ്ട്. ഇവരും നമ്മളും നാളെ ഒരേ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കണം. അങ്ങനെ നമ്മൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇവരൊക്കെ മിടുക്കന്മാരാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യത ഉള്ളവരാണ്. നമ്മളൊക്കെ പരാജിതരായിപ്പോയി. അപ്പോൾ ഇവരൊക്കെ സ്വർഗത്തിലോട്ടുള്ള സ്റ്റെപ്പ് ഇങ്ങനെ കയറാൻ നോക്കുമ്പോൾ നമ്മൾ കുടുങ്ങിപ്പോവും. അങ്ങനെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ എത്തും, ഷഫാഅത്തിന് വേണ്ടി എത്തും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളല്ലേ. വേറൊരാൾ വന്നിട്ട് നബിയെ 2026 ഇലക്ഷൻ 25-26 കാലത്ത് ഇലക്ഷൻ നടന്ന സമയത്ത് ഇയാൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ അന്ന് തെറി വിളിച്ചിട്ടുണ്ട് നബി, എനിക്കത് വലിയ വിഷമം ഉണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാണല്ലോ ഇസ്ലാമിൻ്റെ തിയറി. ഒരാളുടെ മനസ്സിൽ നമ്മളോട് വെറുപ്പുണ്ടെങ്കിൽ, കറയുണ്ടെങ്കിൽ അത് തീർക്കാതെ സ്വർഗത്തിലോട്ട് കയറാൻ കഴിയൂല എന്നതാണ് ഇസ്ലാമിൻ്റെ തിയറി. അതൊരു യാഥാർത്ഥ്യ തിയറിയാണല്ലോ. അപ്പോൾ നമ്മളെവിടെ കിടക്കും? നമുക്ക് വേണ്ടി എല്ലാതും സമർപ്പിച്ചൊരു നേതാവല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളുടെ ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? പാതിരാ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു ദിവസം സഹവസിക്കുന്നതിന് വേണ്ടി ചെന്നൊരു ചരിത്രത്തെ കേട്ടിട്ടില്ലേ? സമയത്ത് പാതിരാ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരിപ്പിൽ കാണാനില്ല. എവിടെ എൻ്റെ റസൂലുള്ള? നോക്കുമ്പോൾ വീടിൻ്റെ ഒരു മൂലയിൽ ഹബീബായ തങ്ങളൊരു മുസല്ലയിട്ട് നിസ്കരിക്കുകയാണ്. തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് മഹാനവറുകൾ പെട്ടെന്ന് വുളു എടുത്ത് പിന്നിൽ വേറൊരു മുസല്ലിട്ട് അവിടെ പോയി നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുക, കരഞ്ഞ് ദുആ ചെയ്യുന്നു, തേങ്ങി ദുആ ചെയ്യുന്നു. ഈ സമയത്ത് മഹാനവറുകൾ, എന്താണ് എൻ്റെ ഹബീബ് ഈ സമയത്ത് ഇങ്ങനെ ദുആ ചെയ്യുന്നത്? ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്താണ് എൻ്റെ ഹബീബിന് എന്നറിയുന്നതിന് വേണ്ടി ചെവി ഇങ്ങനെ അടുപ്പിച്ചു നോക്കിയെന്ന. അങ്ങനെ അടുപ്പിച്ചു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹു എൻ്റെ ഉമ്മത്തിങ്ങൾ, അല്ലാഹു എൻ്റെ ഉമ്മത്തിങ്ങൾ, അല്ലാഹു എൻ്റെ ഉമ്മത്തിങ്ങൾ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. വഫാത്തിൻ്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിച്ചിട്ടല്ലേ വഫാത്തിൻ്റെ സമയത്ത് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെ അഭിമുഖീകരിച്ചത്. നാളെ മഹ്ശറയിൽ എല്ലാ ആളുകളെയും സ്വർഗത്തിലേക്ക് ടാക്കി
എൻ്റെ ഉമ്മത്തീങ്ങളിലുള്ള അവസാനത്തെ ആളും സ്വർഗത്തിലേക്ക് എത്താതെ എൻ്റെ മനസ്സ് തൃപ്തിയാകൂല അല്ലാ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വദ്ദഅക റബ്ബുക വമാ ഖലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്നൊക്കെ പറയുന്നത് വിശദീകരണത്തിൽ കാണാലോ. ഇതെല്ലാം കിട്ടണമെങ്കിൽ എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട അവസാനത്തെ ആളും സ്വർഗത്തിലേക്ക് എത്തണം റബ്ബേ എന്ന് ദുആ ചെയ്തൊരു നേതാവിൻ്റെ അനുയായികളല്ലേ നമ്മൾ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യണോ? ഒരാളെ തെറി വിളിക്കരുതേ, ഒരാളെ പരിഹസിക്കരുതേ, വഷളാക്കരുതേ, ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഒരാളെ വേദനിപ്പിക്കരുത്. 63 വർഷക്കാലത്തിനിടയ്ക്ക് ഒരാളടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ലല്ലോ, ഒരാളെ കളിയാക്കിയിട്ടില്ലല്ലോ. ആ നേതാവിൻ്റെ അനുയായികളല്ലേ നമ്മൾ. ആ അനുയായികളായ നമ്മൾ നാളെ റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെല്ലണ്ടേ, ചെന്ന് നിൽക്കണ്ടേ, ശഫാഅത്ത് ചോദിക്കണ്ടേ. ആ സമയത്ത് ഒരു 5 വർഷത്തെ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഏത് ഇലക്ഷൻ ആയിക്കോട്ടെ, ദുനിയാവിലുള്ളൊരു 5 വർഷത്തെ ഒരു അധികാരം കിട്ടിയതിൻ്റെ പേരിൽ ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന നമ്മൾ എത്രമാത്രമാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിഷമിപ്പിക്കുന്നത്. ഒരായുസ് മുഴുവനും നമുക്ക് നൽകിയതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ നൽകിയ തങ്ങളെ നമ്മൾ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റൂ? അത് പറ്റൂലല്ലോ. ഇതൊക്കെ മാറിയിട്ട് നമുക്ക് നല്ലൊരു മനുഷ്യനായിക്കൂടെ? ധാരാളം തെറ്റുകൾ എല്ലാത്തിനും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ പുറത്തിങ്ങനെ ലാഹിറായിട്ട് പ്രകടമാക്കിയിട്ടുള്ള ഈ തെറ്റുകളൊക്കെ വേണോ? വേണ്ടല്ലോ. അതുകൊണ്ട് നമുക്കൊരു ഗുണം എന്താ? ഒരു ഗുണമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മാറണം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ട നേതാക്കളോട് ഓർമ്മപ്പെടുത്തുന്നത്, മക്കളെ കൊണ്ടുപോയി നശിപ്പിക്കരുതേ. ഇത്രയല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. നമുക്ക് ഏതെല്ലാം രൂപത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്താം. ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ട് തന്നെ നടത്തണമെന്നുണ്ടോ? ഇങ്ങനെ അന്യൻ്റെ വീട്ടിലോട്ട് പടക്കം പൊട്ടിച്ചും DJ അകമ്പടിയൊക്കെ നടത്തണമെന്നുണ്ടോ? എന്തൊക്കെ വഴികളുണ്ട്. നിങ്ങൾക്ക് ലഡു കൊടുക്കാലോ, പച്ചയോ ചുവപ്പോ കാവിയോ ഏത് കളർ ലഡു വേണമെങ്കിൽ കൊടുത്തോളൂ, കഴിക്കട്ടെ. കവലയിൽ നല്ലൊരു മന്തി വെച്ചിട്ട് അത് ആളുകൾക്ക് വിതരണം ചെയ്തോളൂ, അതൊരു വിജയാഹ്ലാദ പ്രകടനമല്ലേ. വോട്ട് ചെയ്തെല്ലാ വോട്ടറേയും കൂട്ടിയിട്ടൊരു സദ്യ ഒരുക്കി കൊടുത്തോളൂ. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പിന്നാലെ നടക്കുന്ന എല്ലാവരും കൂട്ടൊരു വൃദ്ധസദനത്തിൽ പോവുക, ഒരു അഗതി അനാഥ മന്ദിരത്തിൽ പോവുക, അവിടെ ഭക്ഷണം വെച്ച് കൊടുക്കുക. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ നമുക്ക്. നമ്മളിതൊന്നും ചെയ്യുന്നില്ല. നമ്മളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ആ ജനങ്ങൾക്കടക്കം ബുദ്ധിമുട്ടുണ്ടാക്കി പടക്കം പൊട്ടിച്ച് തെറി വിളിച്ച്, ചിലപ്പോൾ നമുക്ക് വോട്ട് ചെയ്തതിൽ നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയുടെ മകൻ വരെ ഉണ്ടായേക്കാം. അപ്പോൾ അയാളുടെ സ്വന്തം വാപ്പാനെ നമ്മൾ തെറി വിളിക്കുന്നത്. ഇത് നമ്മൾ വിളിപ്പിക്കുന്ന ചെറിയ മക്കളെ കൊണ്ട്. അവരുടെ നാവ് എത്ര നല്ല നാവാ. മദ്രസയിലൊക്കെ പോകുന്ന മക്കളൊക്കെ ആയിരിക്കും. നല്ല നാവല്ലേ അവരുടെ നാവ്. ഖുർആൻ ഓതേണ്ട നാവല്ലേ, നല്ലത് പറഞ്ഞിട്ട് കൊടുക്കേണ്ട നാവ്, നല്ലത് കേൾക്കേണ്ട ചെവി. ഇതൊക്കെ നമ്മൾ വികൃതാക്കുക. അള്ള വെറുതെ വിടുമോ? വെറുതെ വിടൂല. അള്ള വെറുതെ വിടൂല. നിങ്ങൾക്കൊരു അധികാരം കിട്ടിയതിൻ്റെ പേരിൽ ഈ കാണുന്ന സമൂഹത്തെ മുഴുവനും നിങ്ങൾ ഇത്ര ഒരു പടുകുഴിയിലേക്ക്, ഒരു തെറ്റിൻ്റെ പടുകുഴിയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല വെറുതെ വിടൂല മോനെ. ജയിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷമല്ല വേണ്ടത്. ഇലക്ഷനിൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ സന്തോഷമല്ല, ഒരു ആവലാതി വരെ, ടെൻഷൻ വരണം, വലിയ ഉത്തരവാദിത്തം. എനിക്ക് വോട്ട് ചെയ്ത ആളുകളും വോട്ട് ചെയ്യാത്തവരും എൻ്റെ ഭരണ പരിധിയിൽ വരുന്നവരാണ്. അവരെല്ലാവരും ഒരേപോലെ കാണാൻ പറ്റണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിയറി. ഖലീഫ ഉമറിൻ്റെ തിയറി അതാണ് റളിയല്ലാഹു അൻഹു. ഈ തിയറി നമുക്കും വേണ്ടത്. അപ്പോൾ അവിടെ ഇരട്ട നീതി പറ്റില്ല. വോട്ട് ചെയ്ത ആളുകൾക്കൊരു നീതി, വോട്ട് ചെയ്യാത്തവർക്ക് വേറൊരു നീതി, അത് പറ്റൂല. എല്ലാവരും ഒരുപോലെ കാണണം. അപ്പോൾ വിജയിക്കലോടുകൂടെ നമ്മളെല്ലാവരുടെയും മെമ്പറായി. അപ്പോൾ പിന്നെ നമ്മൾ ആ രൂപത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു വിഭാഗത്തെ കൂട്ടുപിടിച്ച് മറ്റൊരു വിഭാഗത്തെ തെറി വിളിക്കുക, അത് ശരിയല്ല. നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ശരിയല്ല. പിന്നെ നമുക്ക് പറയാം, ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, ഞങ്ങൾ കഷ്ടപ്പെട്ടതാണ്, പോസ്റ്റർ ഒട്ടിച്ചതാണ്, ഇതിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയാം. പക്ഷേ കുറേ പക്ഷെ ഞാൻ ചോദിക്കണം, എന്തിനു വേണ്ടി? ദുനിയാവിന് വേണ്ടി. നമ്മൾ പോസ്റ്റർ ഒട്ടിച്ചതാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചില ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത് അല്ലേ? നമ്മൾ ദുനിയാവിന് വേണ്ടി ചെയ്തവരാണ്, ആഖിറത്തിന് വേണ്ടി ചെയ്തവരല്ല. അങ്ങനെ ചെയ്ത് ഇനി നമ്മൾ അതിൻ്റെ പുറത്ത് ആഖിറത്ത് നഷ്ടപ്പെടുത്താന്ന് കൂടി പറയണത് എത്രയോ മോശത്തിലായിട്ടുള്ള കാര്യമല്ലേ? അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ മാറണം. നല്ലൊരു മാതൃകാപരമായ രൂപത്തിലോട്ട് വരിക. ഇങ്ങനെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇത്ര ആളുകളെ ബുദ്ധിമുട്ടുണ്ട്. അന്യനെ തെറി വിളിച്ചിട്ടൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളൊക്കെ അതിൽ നിന്ന് മാറണം. രാഷ്ട്രീയക്കാരും മക്കളതിൽ കൊണ്ടുവരുത്. പ്രിയപ്പെട്ട കുട്ടികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ തരുന്ന കൊടിയുടെ പിന്നാലെ കളയാനുള്ളതല്ല നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും എന്ന് മനസ്സിലാക്കണം. നമുക്ക് നല്ലൊരു എയിമുണ്ട്, നമുക്ക് നല്ലൊരു ഭാവിയുണ്ട്, നമുക്ക് റബ്ബിനെ കാണേണ്ടതാണ്, നമുക്ക് നല്ല ജോലി ഉണ്ടാവണം. ഒരാളുടെ മനസ്സിൽ വെറുപ്പുണ്ടാക്കി ജീവിച്ചിട്ട് ഒന്നും കിട്ടാനില്ല. മഹാനായ സുലൈമാൻ മുസ്ലിയാർ കളിക്കുന്ന കുട്ടികളെ നോക്കി പാടിയൊരു ബൈത്തുണ്ടല്ലോ. എന്താണ് മഹാനവറുകൾ പാടിയത്?
ഇക്കളിയൊന്നും കളിയല്ല, മരണം എന്നൊരു കളിയുണ്ട്, ഖബറെന്നുള്ളൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, ഇങ്ങനെ കളികൾ പലതുണ്ട്. കുട്ടി കുട്ടി ശ്രദ്ധിച്ചോ, കുട്ടി കുട്ടി ഗൗനിച്ചോ, ഇക്കളിയൊന്നും കളിയല്ല, മരണം എന്നൊരു കളിയുണ്ട്. എന്ത് നല്ല വരിക! ഈ തെമ്മാടിത്തരങ്ങളും ഈ പടക്കം പൊട്ടിക്കലും തെറി വിളിക്കലും ഒന്നും ഒരു കളിയല്ല. ഇതിൻ്റെ അപ്പുറത്തൊരു കളി വരാണ്ട് നമുക്ക്. മരണം, ഖബറ്, മഹ്ശറ, ഹിസാബ്, അതാണ് യഥാർത്ഥ കളി. ആ കളിയിൽ ജയിക്കാൻ പറ്റണം. അപ്പം ഇവിടെ പടക്കം പൊട്ടിച്ച് എതിർ സ്ഥാനാർത്ഥിനെ തെറി വിളിച്ച് അപ്പോൾ പൊറാട്ടയും ബീഫും മേടിച്ച് തന്നവരോ അല്ലെങ്കിൽ ഒപ്പം വിളിച്ച് കൈയടിച്ചവരോ പോയി വിളിക്കടാ എന്ന് പറഞ്ഞ് നമ്മളെ പിന്നാലെ പിരികേറ്റ് വിട്ടവരൊന്നും അവിടെ ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാരും മനസ്സിലാക്കണം, ഇതൊന്നുമല്ല കളി. ഈ രാഷ്ട്രീയത്തിൽ ജയിക്കലൊന്നുമല്ല കളി, അള്ളാഹിൻ്റെ മുന്നിൽ ജയിക്കാനുള്ളത്. ആ ബോധ്യം വേണം. അപ്പം അതുകൊണ്ട് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കരുതേ. എല്ലാ മതങ്ങളും എല്ലാ തത്വങ്ങളും പറയുന്നത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കരുതേ. ജനാധിപത്യ സമ്പ്രദായം വന്ന് തന്നെ ജനങ്ങൾക്ക് ആധിപത്യം ഉണ്ടാവാനാണ്, അല്ലാതെ ജനങ്ങളുടെ മേലിൽ ആധിപത്യം ഉണ്ടാവാനല്ല. അപ്പം ആ രൂപത്തിൽ നിന്നൊക്കെ നമ്മൾ മാറണം. ഞാൻ ഓർമ്മപ്പെടുത്തിയത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, രാഷ്ട്രീയക്കാരോട്, യുവാക്കളോട്, നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായ മക്കളെ കൊണ്ടുപോയി നമ്മൾ കൊല്ലരുത്. ആ മക്കളെ തെറ്റിൻ്റെ പറുദീസകളാക്കരുത്. ആ മക്കൾ നമ്മൾ നിസ്സാരക്കാരാക്കി മാറ്റരുത്. അള്ളാഹുത്തല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. അള്ളാഹുത്തല നമ്മുടെ മക്കളൊക്കെ ദീനിനും ദുനിയാവിനും ആഖിറത്തിലും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി തെരുമാറാകട്ടെ. നമ്മൾ കാരണം ഒരാളുടെ കൽബും വിഷമിക്കുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം.